നമസ്കാരം. അപ്പോൾ ഹേമ കമ്മിറ്റി കുറെ ദിവസങ്ങളായി ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മളിങ്ങനെ കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട്, തീർച്ചയായിട്ടും പറവൂരുള്ള വൈറൽ ഡാർവിന്റെ ഒരു കടുത്തൊരു പ്രതികരണമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഒരു കഴുകി വൃത്തിയാക്കൽ നടത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി. ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് നേരത്തെ വരേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ കുറച്ച് വൈകിപ്പോയി. എന്നാൽ അത് വന്നതിൽ വളരെ സന്തോഷം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം പേടിയാണ്, എന്ത് സംഭവിക്കാം. എന്തിന് പേടിക്കണമെന്ന് ചോദിച്ചപ്പോ വൈറൽ ഡാർവിൻ പറഞ്ഞൊരു വാക്കുണ്ട്. സിനിമാ സംവിധായകരായാലും നടന്മാരായി കഴിഞ്ഞാലും അത് പ്രൊഡക്ഷൻ കൺട്രോളർ ആയാലും ഇവരെല്ലാവരും സ്ത്രീകളെ ലൈംഗികമായിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് വൈറൽ ഡാർവിൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഒരു തുടച്ചു നീക്കല് അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി വന്നതിന്റെ പേരിൽ വളരെ സന്തോഷകരമായ രീതിയിലുള്ള ഒരു സഞ്ചാരമാണോ ഈ പ്രേക്ഷകരടക്കം? അതെ, തീർച്ചയായിട്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ ഒത്തിരി താമസം വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനകത്ത് കുറ്റവാളികളായിട്ട് ഉള്ളവരെല്ലാവരും ഉന്നത വ്യക്തികളാണ്. സിനിമയിൽ തന്നെ, മലയാള സിനിമയിൽ തന്നെ ഉന്നതമായിട്ടുള്ള വ്യക്തികളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെ നമ്മുടെ സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും വലിയൊരു തിരിച്ചടിയാണ് ഇത് പ്രമുഖർക്ക് സംഭവിച്ചത്, അല്ലെ? തീർച്ചയായിട്ടും. ഈ ഒരു കേസിൽ കുറ്റവാളികൾ പ്രമുഖരായാലും എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്? എത്ര പ്രമുഖ വ്യക്തികളായി കഴിഞ്ഞാലും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതാണ്, എത്ര വലിയ പ്രമുഖരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന് തന്നെയാണ് വൈറൽ ഡാർവിൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർക്ക് ഈ ഫീൽഡിലോട്ട് ഡയറക്ഷൻ ഫീൽഡിലായാലും മറ്റുള്ള ഫീൽഡിലായിട്ടും വന്നു താല്പര്യമുള്ളതാണ്. എങ്ങനെ നമ്മൾ ധൈര്യപ്പെട്ട് വിശ്വസിച്ചു വിടും? ഉന്നതരുടെ കൈകടത്തലുകൾ മൂലമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനുണ്ടായ താമസം? ഇത് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല, അതായത് സ്ത്രീകൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. എന്തിനേറെ പറയുന്നു, പോലീസ് സേനയിൽ വരെ സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും, എല്ലാ ജോലി സാധ്യതയുള്ള എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കൈകടത്തലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വൈറൽ ഡാർവിൻ പറയുന്നത്. അതായത് സ്ത്രീകൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാവരും ഇതുപോലത്തെ കമ്മീഷൻ ഇത് ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായത്തെ നമ്മൾ മാനിക്കുകയാണ്.